അഡ്വക്കേറ്റ് ശ്യാമേ, നാണക്കേടാണല്ലോ പാർട്ടിക്ക് ഇങ്ങനെ ഒരാൾ, ഒരു കുറ്റവാളി, അതേത് ഭരണത്തിലായാലും പോലീസിനെയും നിലവിലുള്ള ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിച്ച് ധൈര്യമുണ്ടോ എന്നെ അറസ്റ്റ് ചെയ്യാൻ, അറസ്റ്റ് ചെയ്താൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാം എന്നൊക്കെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് നാട്ടിലെ പോലീസിനെ എല്ലാം, കേരള പോലീസിനെ നാണം കെടുത്തി നാട് മുഴുവൻ അവരെ വട്ടം ചുറ്റിച്ച് അവസാനം നിങ്ങളുടെ തട്ടകമായ കണ്ണൂരിൽ നിന്ന് തന്നെ പിടികൂടുന്ന സാഹചര്യം. ഇവരെ തള്ളിപ്പറയാൻ നിങ്ങളുടെ പാർട്ടിയിൽ ഒരു ഇ പി ജയരാജൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, വേറെ ആരും മിണ്ടിയില്ല. കേസുണ്ടെങ്കിൽ അന്വേഷിക്കൂ, അറസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഉരുണ്ടുകളിയാണ് നടത്തിയത്. അപ്പോൾ ഈ അർജുനായെങ്കിൽ ശരിക്കും നിങ്ങളുടെ ഗില്ലാടി തന്നെയാണ്, സമ്മതിക്കാമല്ലേ അഡ്വക്കേറ്റ് ശ്യാം? അർജുനായെങ്കിയെ സംബന്ധിക്കുന്ന CPIM നിലപാട് വളരെ സുവ്യക്തമായി മുൻപ് തന്നെ CPIM, DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ വ്യക്തമാക്കിയതാണ്. CPIM അടിസ്ഥാന ഘടകത്തിൽ പണ്ട് പ്രവർത്തിച്ചിരുന്ന അർജുനായെങ്കി എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളയാളാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ, അയാൾ ക്രിമിനൽ കേസിൻ്റെ ഭാഗവാക്കാവുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നിർദാക്ഷിണ്യം അദ്ദേഹത്തെ തള്ളിപ്പറയുവാനും അദ്ദേഹം നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയുവാനും അദ്ദേഹത്തിനെതിരെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെതിരെയും ജാഥ നടത്തി കാര്യങ്ങൾ വിശദീകരിക്കുവാനും തയ്യാറായ പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. കണ്ണൂരിൽ തന്നെയാണ് ഞങ്ങൾ ആ ജാഥ നടത്തി, DYFIയുടെ നേതൃത്വത്തിൽ ജാഥ നടത്തി ഈ ക്രിമിനൽ പശ്ചാത്തലങ്ങളുമായി, ഈ ക്രിമിനൽ ബന്ധങ്ങളുമായി പാർട്ടിക്കോ വർഗ ബഹുജന സംഘടനകൾക്കോ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് നിശ്ചയമായും ഞങ്ങൾ ഉറപ്പിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഈ അർജുനായെങ്കിയെയും CPIM ബന്ധപ്പെടുത്തുവാൻ നടത്തുന്ന ഗൂഢാലോചന അല്ലെങ്കിൽ ആസൂത്രിത ശ്രമം, ആ ശ്രമം സർക്കാരിൻ്റെ ഭരണകൂട വീഴ്ചകളിൽ നിന്ന് ശ്രദ്ധയെ തിരിക്കുവാനാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ സംസ്ഥാനം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന രണ്ട് വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം, നമ്മുടെ ഈ കേരളത്തിൻ്റെ സൈന്യം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികൾ, അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ അഭിമാനിച്ചിരുന്ന, അവരുടെ സേവനത്തെ വാനോളം പുകഴ്ത്തിയിരുന്ന നമ്മൾ, അവരുടെ ഒരു ദുരിതകാലത്ത് കടലിൽ അകപ്പെട്ടു പോയ മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു വരികയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ ആകെ പ്രതിഷേധം, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ആകെ പ്രതിഷേധം ഗവൺമെൻറ്റിനെതിരെയും തിരിയുകയും ചെയ്ത അവസരത്തിലാണ് ഇത്തരമൊരു വെല്ലുവിളി കേസ് ഒരു വലിയ സംഭവമായി അവതരിപ്പിച്ച് ആ സംഭവത്തെ കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങളുടെ മുൻപാകെ വീരപരിവേഷം അദ്ദേഹത്തിന് കൊടുത്ത് ഇതൊരു ചർച്ചാ വിഷയമാക്കി ഉയർത്തി സർക്കാരിൻ്റെ മറ്റു വിഷയങ്ങളിലെ പിടിപ്പുകേട് മറയ്ക്കുവാൻ നടത്തുന്ന ശ്രമമാണിത്. VD സതീശൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട്, അദ്ദേഹം കണ്ട ഇൻവെസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട്, മത്സ്യത്തൊഴിലാളികളുടെ അവരെ കാണാതായതുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയ അധിക്ഷേപ പരാമർശത്തെ സംബന്ധിച്ച്, അദ്ദേഹം നടത്തിയ കലാപാഹ്വാനത്തെ സംബന്ധിച്ച്, ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ നാട് ചർച്ച ചെയ്യേണ്ട, ഈ നാടിനെ ബാധിക്കുന്ന നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ ചർച്ചകളായി ഗവൺമെൻറ്റിനെതിരെ ഉയർന്നു വരുന്നു എന്ന തിരിച്ചറിവിലാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയ ഒരു വെല്ലുവിളി വലിയൊരു സംഭവമായി എടുത്ത് ആ സംഭവത്തെ പർവ്വതീകരിച്ചെന്ന് പറയുന്നത് വാർത്തകളിലൂടെ പർവ്വതീകരിച്ച് ഒരു ഹീറോ പരിവേഷം നൽകി ആ പരിവേഷത്തിന് ഉടമയായ ആളെ ഞങ്ങൾ മഹാസംഭവമായി കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്ന കേരള പോലീസും ചെന്നിത്തലയുടെ പോലീസും 11 ദിവസം കഴിഞ്ഞിട്ടാണ് TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്ന് കസ്റ്റഡിയിലെടുക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ടെന്ന് വാർത്തകൾ വരുന്നു. അപ്പോൾ വിഷയം അർജുനായെങ്കിയോ അല്ല. അർജുനായെങ്കി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ ആരാണ് അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുക്കുന്നതിനോ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനോ തടസ്സം നിൽക്കുന്നത്? കേരള പോലീസ് ചെയ്യേണ്ട ജോലിയല്ലേ അത്? ചെയ്യേണ്ട ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നിട്ട് അത് ചെയ്യുമ്പോൾ തങ്ങളൊരു മഹാസംഭവമാണെന്ന് പറഞ്ഞിട്ട് ആ സംഭവത്തെ അവതരിപ്പിച്ച് തങ്ങളുടെ വീഴ്ചയെ മറയ്ക്കുവാൻ VD സതീശൻ്റെ ഗവൺമെൻറ്റും ചെന്നിത്തലയുടെ പോലീസും നടത്തുന്ന, ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ പോലീസും നടത്തുന്ന ഒരു ശ്രമം മാത്രമാണിത്. അപ്പോൾ CPIM സംബന്ധിച്ച് അർജുനായെങ്കിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് ഒരു സംരക്ഷണവും ഞങ്ങൾ നൽകിയിട്ടില്ല.
എന്ന് മാത്രമല്ല ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയും ക്രിമിനൽ പ്രവർത്തനങ്ങളെയും എല്ലാം യഥാസമയം തള്ളിപ്പറയുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നതും അതാണ്. ഇപ്പോൾ അർജുൻ ആയങ്കിക്കെതിരെ ഫേസ്ബുക്കിലൊക്കെ വലിയ പ്രചരണം നടത്തുന്നവരാരാണ്? ഒന്നാമത്തെയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന പാലക്കാട് MLA. 1/2 ഡസൻ പീഡന ആരോപണങ്ങൾ ഉയർന്നു വരികയും അതിൽ 1 ഡസൻ പീഡനാരോപണങ്ങൾ ഉയർന്നു വരികയും അതിൽ 1/2 ഡസൻ ആരോപണങ്ങളിലെങ്കിലും കഴമ്പുണ്ടെന്ന് കാണുകയും 3 FIR അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതിൽ 1 ഭ്രൂണഹത്യ അടക്കമുള്ള വലിയ കുറ്റകൃത്യങ്ങൾ അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്ന് തെളിഞ്ഞ് കേരളീയ പൊതുസമൂഹത്തിൽ നിന്ന് ബഹിഷ്കൃതനായിരിക്കുന്ന ഒരാൾ അർജുൻ ആയങ്കിക്കെതിരെ വാളെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്രിമിനൽ പശ്ചാത്തലത്തെയും ക്രിമിനൽ പ്രവർത്തനങ്ങളെയും കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞതിന് ശേഷവും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയോടൊപ്പമാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ തള്ളിപ്പറയുവാൻ ഇപ്പോൾ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ച ഒരു MLAക്ക് അപകടം പറ്റിയപ്പോൾ ഹോസ്പിറ്റലിൽ കയ്യാളായി കൂടെ നിൽക്കുന്നത് ഇദ്ദേഹമാണ്. രണ്ടാമത്തെ ആൾ നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരു കൊലപാതകി, ധീരജ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഉശിരനായ ചെറുപ്പക്കാരൻ, ഇടുക്കി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഉശിരനായ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിലേക്ക് കത്തി കുത്തിയിറക്കിയ ക്രിമിനൽ, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും വലിയ കുറ്റം ചെയ്ത ക്രിമിനൽ, ആ ക്രിമിനലാണ് അർജുൻ ആയങ്കിക്കെതിരെ പോസ്റ്റ് ഇടുന്നത്. അർജുൻ ആയങ്കി നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ എതിർക്കുമ്പോൾ അതിലും വലിയ ക്രിമിനലുകൾക്ക് ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കുകയാണ്. ഇപ്പോൾ K. സുധാകരൻ പറഞ്ഞ എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികളാണ്, ഞങ്ങൾ ചെയ്തതാണ്. എന്ത് കൊലപാതകം ഞങ്ങളുടെ കുട്ടികൾ ചെയ്തിട്ട് വന്നവരാണ്, അവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സംസ്ഥാനത്തും രാജ്യത്തും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായ നിലപാടാണ് CPIM സ്വീകരിച്ചത്. CPIM സ്വീകരിച്ച നിലപാട് തീർച്ചയായും ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക്, ക്രിമിനൽ ബന്ധമുള്ളവർക്ക് ഒരിക്കലും ഞങ്ങൾ സംരക്ഷണം നൽകില്ല. ഞങ്ങളുടെ പാർട്ടിയെയോ പാർട്ടി സംവിധാനത്തെയോ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായമോ ഇവർക്ക് ഉപയോഗപ്പെടുത്തുവാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് ഞങ്ങൾ. ആ നിലപാട് സ്വീകരിച്ച ഞങ്ങളെയാണ് വീണ്ടും അർജുൻ ആയങ്കി എന്ന് പറയുന്ന ആളുമായി ബന്ധപ്പെടുത്തി വാർത്തകൾ സൃഷ്ടിച്ച് നിലവിലുള്ള ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വീഴ്ച വരുത്തിയ വേളയിൽ ആ വീഴ്ചകളെ മറയ്ക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണിത്, ഒരു പാഴ്ശ്രമം മാത്രമാണിത് എന്നാണ് പറയാനുള്ളത്.